എൻ്റെ ശേഷം എൻ്റെ യാത്രികരായ രണ്ട് പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങളവകളും ബഹുമാനപ്പെട്ട മേലോട് അബ്ദുറഹ്മാൻ സഖാഫി അവர்களுം സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ഈ മുദ്രാവാക്യത്തിന് തെളിവാണ് നമ്മൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടു പിന്നിലുള്ള മാനഞ്ചിറ. ഇവിടെ ഈ ഇരിക്കുന്ന സ്ഥലത്ത് മുതലക്കുളം എന്നാണ് പേര്. മുതല ഉണ്ടായിരുന്നോ കുളം ഉണ്ടായിരുന്നോ അതൊന്നും എനിക്ക് അറിയില്ല. ഒരുപക്ഷെ ഇവിടെ കുളം ഉണ്ടാവുകയും അതിൽ മുതല എന്ന് പറയുന്ന ജീവിയുണ്ടല്ലോ, ആ ജീവി ഉണ്ടാവുകയും ചെയ്തിരിക്കാം. എന്നാൽ കോഴിക്കോട് ഭരണം നടത്തുന്ന സാമൂതിരി രാജാവിനെ കാണാൻ ബഹുമാനപ്പെട്ട ഉലമാക്കൾ കോഴിക്കോട് അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു ഷെയ്ഖ് അൽ ജിഫ്രി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലെയുള്ള ആളുകൾ രാജാവിനെ കാണാൻ പോയപ്പോൾ എന്താണ് എൻ്റെ വകയായി നിങ്ങൾക്ക് ഒരു സമ്മാനം തരാൻ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഈ സാധാത്തുക്കൾ വാലിറ്റികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ഇവിടെ ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം സൗകര്യപ്പെടുത്തണം. അതിൻ്റെ പേരിൽ രാജാവ് ഇവിടുത്തെ മാനവിക്രമൻ എന്ന് പറയുന്ന ആളോട് ബന്ധപ്പെടുകയും ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം ഈ മാനാഞ്ചിറയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാരും പോയി കേടുവരുത്താറില്ല. കുടിക്കുന്ന വെള്ളം മാത്രമാണ് ആ മാനാഞ്ചിറ. ഇതിൻ്റെ നേരെ തൊട്ട് പിന്നിലുള്ള മാനാഞ്ചിറ. ചിറ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം കുളം എന്നാണ് അതിൻ്റെ അർത്ഥം. കോഴിക്കോട്ടുള്ള വലിയ ചിറകളാണ്. ഒന്ന് കുറ്റിച്ചിറയിലുള്ള ചിറ, അത് ഇതുവരെയും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അതേസമയത്ത് ഇപ്പോൾ ഇവിടെ നാം വെള്ളം കുടിക്കുന്ന കോഴിക്കോട്ടുള്ള ഹോട്ടലുകാരും മറ്റ് കച്ചവടക്കാരും വീട്ടുകാരും ആയിരക്കണക്കിന് ആളുകൾ കുടിക്കുന്ന വെള്ളം അന്ന് മാനവികൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അതേ തരം കൊടുത്തതിൻ്റെ പേരിൽ കുഴിച്ച കിണറായതുകൊണ്ട് മാനാഞ്ചിറ എന്ന് പറയുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിലും അതിൻ്റെ മുമ്പും ഈ കോഴിക്കോട്ടും പരിസരത്തും ധാരാളം പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് അവർക്ക് ഇവിടെ മലയാള ഭാഷ അതിൻ്റെ അക്ഷരങ്ങൾ എഴുത്തച്ഛനാണ് ഉണ്ടാക്കിയതെന്ന് പറയപ്പെടുന്നു. എന്നാൽ അതിൻ്റെ മുമ്പ് ശരിയായ അക്ഷരങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും മലയാള ഭാഷയിലെ ഏതാനും പദങ്ങൾ അള്ളാഹ് തിരിപ്പേരും പുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ എന്ന് തുടങ്ങിയിട്ടുള്ള മൊഹീദ്ദീൻമാല അത് കോഴിക്കോട്ട് ഖാദി ഉണ്ടാക്കിയതാണ്. അതിലധിക പദങ്ങളും മലയാള പദങ്ങളാണ്. ചിലതെല്ലാം അറബി പദമുണ്ട്, ചിലതെല്ലാം മലയാളത്തിൽ തന്നെ നമ്മുടെ ലക്ഷദ്വീപുകാർ ഉപയോഗിക്കുന്ന പദങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയ മലയാളവും അറബിയും സംസ്കൃതവും എല്ലാം ചേർന്ന് ഉള്ള ഈ ഭാഷ മൊഹീദ്ദീൻമാല
ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് അവർകൾ. അന്ന് മലയാള അക്ഷരം ഇല്ലെന്നാണ് പറയുന്നത്. അന്ന് അക്ഷരം ഇല്ലാത്ത ഒരു അറബി മലയാള അക്ഷരമുണ്ട്. അറബി മലയാളം ഇവിടെ വളരെ കാലമായി നിന്നു വരുന്ന ഒരു എഴുത്താണ്. നമ്മുടെ മദ്രസകളിലും ഇപ്പോഴും ചില കുട്ടികളെ നാം അറബി ഭാഷ പഠിപ്പിക്കാതെയും മലയാളം ഭാഷ പഠിക്കാതെയും കുട്ടികൾക്ക് അറബി മലയാളത്തിൽ എഴുതി പഠിപ്പിക്കുന്ന സമ്പ്രദായമുണ്ട്. അതെല്ലാം യഥാർത്ഥത്തിൽ ആ പഴയ കാലത്ത് ഉണ്ടായിരുന്ന മതമൈത്രിയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇവിടെ നിലനിർത്തി വന്ന സംഭവങ്ങളാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട